പ്രിയപ്പെട്ടവരെ, ഒരു അധ്യക്ഷ പ്രസംഗത്തെ എളുപ്പമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ദേശീയതയെയും ഫാസിസത്തെയും നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് ബഷീർ സാഹിബ് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ പുതിയ അന്തരീക്ഷത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഫാസിസവും ദേശീയതയും ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ ദേശീയത രാജ്യത്ത് പക്ഷപാതപരമായി നിർവചിക്കപ്പെടുമ്പോൾ ആ ദേശീയത എല്ലാവർക്കും ഏറ്റെടുക്കാനാവാത്ത വിധം സങ്കുചിതമാകുമ്പോൾ അതിനെന്തോ തകരാറുണ്ടെന്ന് പറയാനുള്ള ശ്രമമാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1926 മുതൽ ഭാരതത്തിൻ്റെ ദേശീയതയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നിർവചനങ്ങൾ സംഘപരിവാരത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ ഗോൾവാർക്കർ എടുത്തുദ്ധരിച്ച് ഉപയോഗിച്ച് തേഞ്ഞുപോയ ഗോവധമടക്കമുള്ള വിഷയങ്ങൾ വീണ്ടും തേച്ചുമിനുക്കി കൊണ്ടുവരുന്നത് അത്യന്തം ഭീതിയോടുകൂടിയാണ് ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ബഷീർ സാഹിബ് ഇവിടെ വിശദീകരിച്ചു. ഒരേകാധിപതിയെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഫാസിസം ഓരോ രാജ്യങ്ങളിലും അധികാരത്തിലേക്ക് വരുന്നത്. അവർ നമ്മളുടെ സംസ്കാരത്തിൽ ഇടപെടുന്നു, നമ്മളുടെ മതത്തിൽ ഇടപെടുന്നു, നമ്മളുടെ ജീവിതചര്യകളിൽ ഇടപെടുന്നു, നമ്മളുടെ ഭക്ഷണത്തിൽ പോലും ഇടപെടുന്നു. സ്റ്റാലിനെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ സ്റ്റാലിൻ ഒരു ഏകാധിപതിയായിരുന്നു എന്ന് പറയുന്ന ചരിത്രത്തിൽ റഷ്യക്കകത്തുള്ള ഒരു ഗ്രാമത്തെ, ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തേക്കുള്ള എല്ലാ ഭക്ഷ്യധാന്യങ്ങളും പിടിച്ചെടുത്തുകൊണ്ടാണ് ഏകാധിപത്യത്തിന് അനുകൂലമാക്കിയെടുത്തത് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ റേഷൻ സംവിധാനത്തെ തകരാറിലാക്കുന്നത് പോലും കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിനകത്ത് ഫാസിസത്തിൻ്റെ കടന്നുവരവിനുള്ള വഴിയൊരുക്കലാവാം എന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു കേവലമായ ആശങ്കയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ദേശീയത, നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ദേശീയത വല്ലാത്ത അർത്ഥത്തിൽ വരുമ്പോൾ നമ്മളുടെ കുട്ടികൾ ലോകത്തിന് അഭിമാനമായി ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നരായ കുട്ടികൾ വരും ഭാവിയിൽ എങ്ങനെയാണ് ലോക സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മിത്തിക്കൽ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ രാജ്യത്ത് വരാൻ പോവുകയാണ്. ആരാണ് വിമാനം കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ 10 വർഷത്തിന് ശേഷം മോഡി തന്നെയാണ്, അല്ലെങ്കിൽ സംഘപരിവാരം തന്നെയാണ് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തെ നിർണയിക്കുന്നതെങ്കിൽ ഒരു മിത്തിൽ നിന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയേണ്ടി വരും നമ്മളുടെ നാട്ടിലെ കുട്ടികൾക്ക്. ആരാണ് രാജ്യത്തിൻ്റെ
ശാസ്ത്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സയൻസിന്, യുക്തിക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത വിധം മിത്തുകളുടെ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറുകയാണ്. ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അത്തരം ബാധ്യതകളെ വളരെ നേരത്തെ ഏറ്റെടുത്ത ആളുകളിൽ രണ്ടുപേരാണ് നമ്മളുടെ ഈ വേദിയിലിരിക്കുന്നത്. ഒന്ന് വെങ്കടേഷ് രാമകൃഷ്ണൻ അവർകളാണ്. രണ്ടാമത്തേത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളുടെ അക്കാഡമിഷ്യനും കൂടിയാണ്. വെങ്കടേഷ് രാമകൃഷ്ണൻ അവർകൾ ഒരു മലയാളിക്ക് അഭിമാനമാണ്. വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒരു പത്രക്കാരൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലക്ക് കൂടി സംഘപരിവാരത്തെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നേരിടുക സംഘപരിവാരത്തിന്റെ, ഫാസിസത്തിന്റെ വേറൊരു രീതിയാണ്. ബാബരി മസ്ജിദിന്റെ പതനത്തിന്റെ സമയത്ത് മസ്ജിദിന്റെ പതനം റിപ്പോർട്ട് ചെയ്യാൻ പോയ 2 പത്രപ്രവർത്തകർക്കെതിരായി RSSന്റെ നേതൃത്വത്തിൽ, സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. ആ 2 പേരിൽ ഒരാളാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ അവർകൾ. മറ്റൊന്ന് രാകേഷ് സിൻഹ എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകൻ. ഇവരെ 2 പേരെയും കൊല ചെയ്യാൻ വേണ്ടി സംഘപരിവാരം ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ആ സ്ക്വാഡിന്റെ കണ്ണിൽപ്പെടാതെ ബാബരി മസ്ജിദിന്റെ പതനം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നത്, ഇവർ 2 പേരും രക്ഷപ്പെട്ടു പോകുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി, അതിൻ്റെ ഡെമോളിഷന് വേണ്ടി പോയ ആളുകളുടെ അതേ വേഷം ധരിച്ചുകൊണ്ടാണ്. തലയിൽ കാവി സ്കാർഫ് കെട്ടിയിട്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ്. ഇവരെ വരും കാലത്തിന് വേണ്ടി കാത്തുവെക്കുക എന്നുള്ളത് മുസ്ലിം യൂത്ത് ലീഗിന്റെ, കേരളത്തിലെ മതേതര വിശ്വാസികളുടെ, ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെ ബാധ്യതയാണ്. നമ്മൾ ഈ ഫാസിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതും ഈ ആദരവിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ബുദ്ധിജീവികൾ, എഴുത്തുകാർ കാട്ടുപക്ഷികളെ പോലെയാണ് എന്നാണ് പറയാറുള്ളത്. കാട്ടിലൊരു ചെറിയ തീപ്പൊരി ഉണ്ടാകുമ്പോൾ ആ തീപ്പൊരിയെ ഉയർന്നു പറക്കുന്ന പക്ഷികൾക്കാണ് കാണാൻ സാധിക്കുക. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യം ഫാസിസത്തിന്റെ പിടിയിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നു എന്ന് പറഞ്ഞവരാണ് ഇവർ. ഉയർന്നു പറക്കുമ്പോൾ അവരാകാശത്തു നിന്ന് കാണുന്ന ചില പുകപടലങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കാടിനകത്ത് പുകപടലങ്ങൾ ഉയരുന്നു, അത് ഈ കാടിനെ എരിച്ചു കളയും വിധം വളരാതിരിക്കാൻ നിങ്ങൾക്ക് ചിലത് നിർവഹിക്കാനുണ്ട് എന്നാണ് അവർ അവരുടെ എഴുത്തുകളിലൂടെ നമ്മളോട് പറയുന്നത്. അത് ശ്രദ്ധിക്കാതെ പോയാൽ, അതിൽ ജാഗ്രത പാലിക്കാതെ പോയാൽ നമ്മൾ ഒന്നാകെ എരിഞ്ഞു തീരും. അത്തരമൊരു എരിഞ്ഞു തീരലുണ്ടാവാതിരിക്കാൻ ഇവരെയൊക്കെ കേൾക്കാൻ, ഇവരെയൊക്കെ വായിക്കാൻ നമ്മൾ ഏറെ ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയങ്കരനായ വെങ്കടേഷ് രാമകൃഷ്ണൻ അവർകളെ, അദ്ദേഹം നമുക്ക് വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന്, ഫ്രണ്ട് ലൈൻ്റെ ഒരു പത്രപ്രവർത്തകൻ, പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നമുക്ക് വേണ്ടി മാത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അദ്ദേഹത്തെ ശ്രവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി, പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.